നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയ മുതിർന്ന പൗരന്മാർക്ക്. ഞാനത് പറഞ്ഞത്, ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പീരീഡാണ്, ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്കുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം, എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിൻ്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം. എന്നെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഹൈബി ഈഡനും ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം. എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം. ഈ നഗരം ഇപ്പോഴുള്ള പരിധിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വളരണം. നമുക്ക് ട്വിൻ സിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവാം. അപ്പോൾ ആലുവയൊക്കെ വരും, അങ്കമാലിയൊക്കെ വരും. നമ്മുടെ എയർപോർട്ട് അവിടെയാണ്. നമ്മുടെ കളക്ട്രേറ്റ് നഗരത്തിലല്ല, പുറത്താണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകൾ പുറത്താണ്. കുറേ കൂടി നഗരത്തെ വികസിപ്പിച്ച് ഒരു പുതിയ നഗരസങ്കല്പം, അർബൻ പ്ലാനിംഗ് ഞങ്ങളുടെ മുൻഗണനയിലുള്ളതാണ്, പ്രയോറിറ്റിയിൽ ഉള്ളതാണ്. ആ മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിൻ്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടി അതിൻ്റെ ബെനഫിഷ്യറീസാക്കി നമുക്ക് മാറ്റണം. നഗരം അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ എല്ലാം ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് എറണാകുളത്തിന് മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും മികച്ച MP-മാരും 14 MLA-മാർ ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അവസാനത്തേക്ക് മാറ്റി. അതൊരു തുടക്കമാകും.
ഞാൻ സി മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും. ഞാൻ ഉറപ്പു തരുന്നു, ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിൻ്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടറുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, എല്ലാം. ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു. നിങ്ങൾ നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ നഗരം, ഈ ജില്ല എന്നും കൂടെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.